ഹായ് CUT ആസ്പിറൻസ്. അങ്ങനെ നമ്മൾ ഏറെ വെയിറ്റ് ചെയ്ത നമ്മുടെ മൊമെന്റ് വന്നിരിക്കുകയാണ്. അതായത് CUTയുടെ അഡ്മിഷൻ, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. CUT.nta.nic. എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മുടെ ഇനിയുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം ഉണ്ടാവുക. സോ നിങ്ങൾ വെബ്സൈറ്റിൽ അവിടെ ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻ ഫോം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വേണം നിങ്ങൾ രജിസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. സോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ, അതായത് മാർച്ച് 1 സ്റ്റാർട്ട് ചെയ്ത ആപ്ലിക്കേഷൻ ഈ വരുന്ന മാർച്ച് 22 വരെ ആയിരിക്കും ഉണ്ടാവുക. മാർച്ച് 22 ശേഷം നമ്മുടെ സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ഉള്ള സമയം എന്ന് പറയുന്നത് 23 മാർച്ച് വരെ നമുക്ക് പേയ്മെന്റ് ഫൈനലൈസ് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത്. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 24 മാർച്ച് തൊട്ട് 26 മാർച്ച് വരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള സമയമാണ്. അതിനുശേഷം എക്സാം ഡേറ്റ് അനൗൺസ്മെന്റ് ആണ്. അതെല്ലാം പിന്നെ നടത്തും, അല്ലെങ്കിൽ എക്സാം ഡേറ്റിന്റെ കാര്യങ്ങളെല്ലാം മീൻസ് എക്സാം സിറ്റിയും കാര്യങ്ങളൊക്കെ പിന്നെ ടെൻഡേറ്റീവ്ലി അനൗൺസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫ്രം 8th മെയ് തൊട്ട് 1 ജൂൺ വരെയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വിപരീതമായിട്ട് കംപ്ലീറ്റ്ലി CBT, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് CUT എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറയുന്നത് ഈ 8th മെയ് തൊട്ട് 1 ജൂൺ വരെ സ്ലോട്ട് അവൈലബിലിറ്റി അവർ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഡേറ്റ്സിലായിരിക്കും നിങ്ങളുടെ എക്സാം വരിക, ശ്രദ്ധിക്കണം. ഇനി ബാക്കി കംപ്ലീറ്റ് ആയിട്ടുള്ള CUTയുടെ എങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മളൊരു പ്രോപ്പർ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾക്കും CUTയെ ബന്ധപ്പെട്ട സിലബസ് ടെസ്റ്റ് ചെയ്യാനും പ്രോസ്പെക്ട്സിൽ നമ്മുടെ അഡ്മിഷൻ ക്രൈറ്റീരിയാസ് ആയിട്ട് എന്തൊക്കെ പറയുന്നുണ്ടെന്ന് അറിയാനൊക്കെ നിങ്ങൾക്ക് CUT.nta.nic. എന്ന വെബ്സൈറ്റിൽ യൂസ് ചെയ്താൽ മതിയാകും. രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പർ, അല്ലെങ്കിൽ പേരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻ്റെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ അല്ലാത്ത ഫോൺ നമ്പേഴ്സോ ഇമെയിൽ IDസോ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും പ്രോപ്പറായിട്ട് ഓർത്ത് വെക്കണം. രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളെല്ലാം അതിൻ്റെ ബേസിലായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. സോ ഒരു പ്രോപ്പർ രജിസ്ട്രേഷൻ്റെ ടിപ്പുകൾ പറയുന്ന വീഡിയോസ് നമുക്ക് ഉടനെ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. സീ യു സൂൺ.